ഉന്മേഷ് ഈയിടെയായിട്ട് ഉന്മേഷ് കൃത്യമായിട്ട് വീട്ടിൽ പോകുന്നില്ല എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നടപടി എടുക്കേണ്ടി വരുമോ? അത് സാറേ ഞാൻ വീട്ടിൽ പോകുന്നില്ല കൃത്യമായിട്ട്. ശരിയാ. എന്താ അത്? ഞാൻ ഓഫീസിലാ ഫുൾ ടൈം. അതിനിപ്പോ ഓഫീസിൽ നിന്ന് ഓർഡർ അടിച്ചു വരണോ വീട്ടിൽ പോകണോ? വേണ്ട, ഞാൻ പൊക്കോളാം. മാത്രമല്ല ഈ ഉന്മേഷിന്റെ കുഴപ്പം എനിക്ക് മനസ്സിലായി വിജയ. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കാണത്തില്ല, ഓഫീസിലോട്ട് വന്നാൽ വീട്ടിലോട്ട് കാണത്തില്ല. ഓഫീസിൽ നിന്ന് കൃത്യസമയത്ത് പോകുന്നുണ്ടല്ലോ. മാത്രമല്ല കളമശ്ശേരി വരെ പോകുന്നുള്ളൂ. ഈ ഓഫീസിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് എത്താതിരുന്നതിന്റെ ഒരു കാര്യം, നാട്ടിൽ നിന്ന് ഉന്മേഷിന് പരിചയമുള്ള ഒരാൾ വരുന്നുണ്ട്. എന്റെ നാട്ടിൽ നിന്നോ? എന്ന് വെച്ചാല് ഞങ്ങളുടെ നാട്ടിൽ നിന്നോ? ഉന്മേഷ് എന്തുകൊണ്ട് രണ്ടുപേരുണ്ട്, രണ്ടുപേർക്കും അറിയേണ്ടത് എന്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല. കല്യാണമൊക്കെ കഴിച്ച് അവർക്ക് മനസ്സിലാവും. അച്ഛനും അമ്മയായിരിക്കും. അല്ലല്ല, അച്ഛനും അമ്മയും നമുക്ക് അങ്ങനെ അറിയാമല്ലോ. അദ്ദേഹം CPI യുടെ ലീഡറായിട്ടിരിക്കും, അങ്ങനെ നമുക്ക് വിളിച്ചു വരുത്താൻ പറ്റത്തില്ലല്ലോ. അതിൽ ഇലക്ഷൻ പ്രമാണിച്ച് അവിടെ എന്തെല്ലാം പണിയുണ്ട്. ആരായാലും ഒന്ന് കാണാം. രണ്ട് ചോദ്യം ചോദിക്കുവോ? എന്നോടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ വരട്ടെ ഉന്മേഷിന്റെ ആ പരിചയക്കാർ. ആര്യ വരൂ, ആര്യ വരൂ. വളരെ കാലമായിട്ട് നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ചു. വരൂ. ഉന്മേഷ് നടുക്ക് നിന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് KK ശിവരാമനാണ്. ഇടുക്കിയിലെ CPI യുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. വാർത്തയിലൂടെ ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയും. ഉന്മേഷിൻ്റെ സഹോദരിയാണ് ആര്യ. ഇത് KK ശിവരാമൻ, ഇപ്പോൾ LDFിൻ്റെ ഇടുക്കി ജില്ലാ കൺവീനറാണ്. ഈ ഒരു കാര്യം കേട്ടു, ഈ ഉന്മേഷ് ഈയിടെയായിട്ട് വീട്ടിലോട്ട് വരുന്നില്ലെന്ന്. അല്ല, എന്നാൽ അച്ഛൻ എന്താ തോന്നിയത്? അല്ല, ഇവിടുത്തെ തിരക്ക്. അല്ല, ഇത് എന്താണെന്നറിയോ, വീട്ടിലോട്ട് പോയാൽ ബോറാ എന്നുള്ള ലൈൻ ഇവിടെ നമ്മൾ ഡെസ്കിൽ ഇങ്ങനെ കിടക്കുക, പോകുന്നില്ല. വൈകല്യം പോവില്ല. മാത്രമല്ല ഈ മനോഹരമായൊരു ശബ്ദം ഉള്ളതുകൊണ്ടേ നമ്മളോട് ഇങ്ങനെ ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ തോന്നത്തില്ല. അപ്പം എങ്ങനെയായിരുന്നു ഇദ്ദേഹം പഠിക്കുന്ന കാലത്തൊക്കെ ഇതേ സ്വഭാവമായിരുന്നു? പഠിക്കുന്ന കാലത്ത് വീട്ടിൽ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ യഥാർത്ഥം ഞാൻ എപ്പോഴും ഉന്മേഷിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഉന്മേഷ് ഒരു കാര്യത്തിൽ ഇപ്പോൾ PhD ഒക്കെ എടുത്തൊരു ഭാഗ്യവാനായിട്ട് നിൽക്കുക. ഇപ്പം നമ്മുടെ ചാനലിലെ ഏക PhD അവിടെ നേരത്തെ അരുൺ ഉണ്ടായിരുന്നു. അരുൺ പോയി കഴിഞ്ഞപ്പോൾ ഒരു PhD കാരില്ലല്ലോ. അപ്പം ഞാൻ വിജയനോടൊക്കെ ചോദിച്ചു, വിജയനാണ് ജീവിതകാലത്ത് PhD എടുക്കത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉന്മേഷിനെ കിട്ടുന്നു. അപ്പോൾ ഉന്മേഷ് PhD എടുത്തു. ഇപ്പം എനിക്ക് രാവിലെ ഒരു വല്ലാത്തൊരു സായുജ്യ, ഡോക്ടർ ഉന്മേഷ്. അപ്പോൾ മരുന്ന് കുപ്പിയായിട്ട് ആൾക്കാർ നമ്മുടെ ഓഫീസിൽ കയറി വരാത്ത നമ്മുടെ ഭാഗ്യം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുകയാണ്. ഈ ഉന്മേഷിന് കിട്ടിയൊരു ഭാഗ്യം എന്താ പറയുക, അച്ഛനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ളൊരു ഭാഗ്യമാണ്. അച്ഛനെ വിമർശിച്ച് വാർത്ത വായിക്കാം, അച്ഛനെ അനുകൂലിച്ച് വാർത്ത വായിക്കാം. ചടങ്ങിൽ KK ശിവരാമൻ സന്നിഹിതനായിരുന്നു, വായിക്കുന്ന കുഴപ്പമില്ല. KK ശിവരാമൻ്റെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് MM മണി ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ ഭയങ്കര ആവേശത്തിൽ വായിച്ചിട്ട് ഞങ്ങളെ ഒരു നോട്ടമുണ്ട്, എൻ്റെ അച്ഛനാ. അപ്പം അത് കേൾക്കുമ്പോൾ, വീട്ടിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അച്ഛൻ എന്താ തോന്നുന്നത്? എനിക്ക് സന്തോഷം ആണല്ലേ. ഈ ഉന്മേഷ് വിമർശിക്കുമ്പോൾ അച്ഛന് എന്തെങ്കിലും തോന്നുമോ? ഇല്ല. അല്ല, ഞങ്ങൾ ഈ എൻകൗണ്ടറിൽ ഇരുത്തിയിട്ടില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ ഇരുത്തുമ്പോൾ ഞങ്ങൾ CPI കാരെയൊക്കെ ഞങ്ങൾ ശരിക്കും അറ്റാക്ക് ഒരു കുഴപ്പമില്ല ചെയ്യണം. ആര്യക്ക് എന്താ തോന്നുന്നു? അതായത് ആര്യ ഉന്മേഷിന്റെ ഇളയ സഹോദരിയാണോ? മൂത്ത സഹോദരിയാണ്. രണ്ടുപേര്. അപ്പൊ ഇപ്പൊ എന്താ ആര്യ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. എവിടെ? ആര്യ ടീച്ചറാണ്. ഈ മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ ചാനൽ വിട്ടു ആലോചിക്കുന്നുണ്ട്. അത് പറയുന്നത് 1.5 ടൺ ശബ്ദത്തിലാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. ഭയങ്കര ബാസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ വിജയനാണ് ചില ഇൻസ്ട്രുമെന്റ് ഒക്കെ കയ്യിലുണ്ട്, അത് കൊണ്ടുവന്ന് ഇനി അതുമൊക്കെ താളം അടിക്കാം. ഇല്ലല്ലോ, സന്തോഷമായി. ഇനിയിപ്പം മാത്രമല്ല നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ പുള്ളിക്കാരനെ വളരെ ഗൗരവത്തിൽ ഇത്തിരി ഇമോഷണൽ ആള്, അറിയാമല്ലോ, പണ്ടേ ഇമോഷണൽ അല്ലേ കുറച്ച്. ഇരുന്ന് ചിലപ്പോൾ ചില വെള്ള പേപ്പറൊക്കെ എടുത്ത് ഞാൻ അതുവഴിയൊക്കെ പോകുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാണാം, കവിതയാണ്. എന്നിട്ട് എന്നോട് വഴിയോരത്തിൽ ആളുകൾ പറയുന്നറിയോ, രാജി എഴുതുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇനിയിപ്പോ എനിക്ക് ഉറപ്പായി പോകത്തില്ലല്ലേ? ചെറുപ്പത്തിൽ നന്നായി കവിത എഴുതുമായിരുന്നു. ഇപ്പോഴും എഴുത്തുണ്ട്. ഇപ്പൊ എഴുതുമ്പോഴുള്ള കുഴപ്പം അറിയോ, ഈ കവിതയിൽ വരുന്ന വിഷയം AK ആന്റണിയൊക്കെയാ. നല്ല മനോഹരമായിട്ട് കവിത എഴുതും. അല്ല, നമ്മള് പ്രജിനെ ഈയുടെ വാർത്ത വായിച്ചു കഴിഞ്ഞ് പാട്ട് പാടിയായിരുന്നു. അതുപോലെ ഇനി ഉന്മേഷിന്റെ കവിതയോടെ നമുക്ക് ആരംഭിക്കാം. പിന്നെ ഈ പ്രജിൻസി കണ്ണൻ, ഈ ശബ്ദവും കടുപ്പാണല്ലോ. ഇതുവരെ വിചാരിച്ചോ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഞങ്ങൾക്ക് ഉന്മേഷമല്ല,
ഞങ്ങൾക്ക് കണ്ണനാ. ആണല്ലേ കർണന അതെങ്ങനെ ഞങ്ങൾ പേര് കണ്ണൻ മിസ്റ്റർ ഡോക്ടർ അപ്പൊ ഇനിയിപ്പോ എന്താണെന്നറിയോ ഒരു അപകടം വരാൻ പോവാ അച്ഛനെന്ന് പറഞ്ഞു നന്നായി 100 ന്യൂസ് വായിക്കുന്നത് രണ്ടുപേരാണ് കർണനും ഭാവിയും അത് അത് മാത്രല്ല എസ്കേൻ ഡെസ്കിലൊക്കെ ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ വിറപ്പിക്കൂലോ ചില മാത്രല്ല സമയത്ത്. അപ്പൊ കണ്ണാ എന്ന് വിളിച്ചാ മതി ഇനി. ഈ പാർട്ടിയിലേക്ക് അങ്ങനെ വളരെ അങ്ങ് ഡിസിപ്ലിനേറിയനാണോ അച്ഛനൊക്കെ നല്ല ഡിസിപ്ലിൻ നല്ല സ്ട്രോങ് ആയിട്ട് ഡിസിപ്ലിൻ പാലിക്കണം എന്നൊക്കെ പറഞ്ഞാണോ സാധാരണ മകനത് കിട്ടിയിട്ടുണ്ട് ശരിക്കും എസ്കിലേക്ക് ഒരു ടെററാട്ടോ ത്രെട്ടാണ് ആളുകൾ മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ ഉന്മേഷ് നോക്കുന്നെന്ന് പറഞ്ഞാൽ ഉന്മേഷ് സംസാരിക്കണ്ട സാറേ ഞാനത് പിടിച്ച് എങ്ങനെയും നിൽക്കണ്ട ഡെസ്കിൽ വേണ്ടിയിട്ടാണ്. പേടിച്ച് പോകണ്ടല്ലേ? എങ്ങനെയെങ്കിലും അല്ല ആര്യ സ്കൂളിലൊക്കെ എവിടെയാ പഠിപ്പിക്കുന്ന പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്ന മുള്ളരിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആ. ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളാണോ ഹയർ സെക്കൻഡറി ആ സ്കൂളിലൊക്കെ ഉന്മേഷിന് ഫാൻസ് ഉണ്ടോ അങ്ങനെ അത്ര എല്ലാവർക്കും ടീച്ചേഴ്സിനൊക്കെ അറിയാന്നല്ലാതെ കുട്ടികൾക്കൊന്നും അല്ല അല്ല അറിയാം. ഒരു അഭിപ്രായ രൂപീകരണം നമ്മൾ നടത്തിയിട്ടുണ്ടോ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ആ, teachers- ബ്രദർ ഉന്മേഷ് എങ്ങനെയുണ്ട് കൊളീഗ്സിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പുള്ളിക്ക് PhD കിട്ടിയപ്പോൾ അവിടെ അവധി പ്രഖ്യാപിച്ചായിരുന്നു ഇല്ലില്ല, ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ കണ്ടിരുന്നു. നമ്മളെ ഓഫീസിലൊക്കെ ആഘോഷിച്ച് ഭയങ്കര ആഘോഷമായിരുന്നു. കാര്യം ലോകത്ത് ആദ്യമായിട്ട് ഒരാൾക്ക് PhD കിട്ടുന്നല്ലായിരുന്നു നമ്മുടെ ഓഫീസിൽ. പിന്നെ ഞാൻ ആലോചിച്ചത് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ടല്ലോ ഈ ആര്യ ഉന്മേഷ് വല്ല തമാശയൊക്കെ പറയോ വീട്ടില്? തമാശ എന്ന് വെച്ചാ ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിലെ അമ്മയോടും അച്ഛനോടൊക്കെ ഉന്മേഷ് എങ്ങനെയായിരിക്കും സംസാരിക്കണേന്ന്. അല്ല, വളരെ സോഫ്റ്റ് ആണ്. പിന്നെ കുഞ്ഞിലെ പൊതുവെ എങ്ങനെയാണോ? അമ്മയുടെ അടുത്തായിരുന്നു അറ്റാച്ച്മെന്റ് കൂടുതൽ. ചെറുതിലെ മുതൽ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ ഭക്ഷണം മേടിച്ച് കഴിച്ച് അമ്മയുടെ മടി തല വെച്ച് കിടന്ന ആ രീതിയൊക്കെ ആയിരുന്നു. പിന്നെ വളർച്ചയ്ക്ക് ചാനലിലൊക്കെ വന്നതിന്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ആര്യ ഒരു വ്യത്യാസമുണ്ട്, എന്റെ മടിയിലാ തല വെക്കുന്നത്. അല്ല ഇപ്പൊ ഇനി കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അച്ഛനും ആര്യക്കും സന്തോഷമായിട്ട് വീട്ടിലേക്ക് മടങ്ങാം. കാര്യം എന്താ അറിയോ, ഈ ഡോക്ടർ ഉന്മേഷ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഡോക്ടർ ഉന്മേഷ് ഞങ്ങളുടെ അഭിമാനമാണ്. എൻ്റെയും അത് പിന്നെ ആണ് അങ്ങയുടെ അഭിമാനമാണ്, ആര്യയുടെ അഭിമാനമാണ്. മാത്രമല്ല ഈ ഉന്മേഷിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, പിന്നെ പുള്ളി തമാശ ഒന്നും പറയാൻ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അത് വഴങ്ങാത്തോണ്ടായിരിക്കും. എന്താണെന്ന് വെറുതെ എനിക്ക് ഫോണിലൊക്കെ തമാശ എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് നിൽക്കുന്നത് പുള്ളി. അപ്പം പക്ഷേ ഉന്മേഷ് ഒരു വാർത്തയിൽ ചെന്നിരുന്നാൽ വളരെ സീരിയസ് ആയിട്ട് ആ വാർത്തയിൽ ഒരു പിഴവും വരുത്താതെ, നമ്മളൊക്കെ എന്ന് വെച്ചാൽ പിഴവിൻ്റെ ആശാന്മാരാണ്, പുള്ളിക്കാരെ ഒരു പിഴവും വരുത്താതെ ഇങ്ങനെ. പിന്നെ ഇവിടെ അതിന് ഒരു വേറൊരാളുണ്ട്, അനുജ രാജേഷ്, മുടി ഈ വാർത്തയിൽ ഇങ്ങനെ ലയിച്ച് നിന്ന് വാർത്ത വായിക്കുന്ന ആളാണ്. അപ്പോൾ അത് അങ്ങേക്ക് സന്തോഷമായിട്ടിരിക്കാം. പുള്ളിക്ക് പണ്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, തുടക്കത്തിലുള്ള അച്ഛന് വെല്ലുവിളിയാകുന്നുള്ള പുറത്താക്കി വിട്ടതാണ്. അല്ലല്ല അല്ല കാര്യങ്ങൾ ഒരേ പാർട്ടിയിലായിരുന്നു പറഞ്ഞു. അതേ ഒരു പാർട്ടിയായിരുന്നു. ASFന്റെ നേതാവായിരുന്നു, ആ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. ആ ഒറ്റയ്ക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് ജയിച്ചതാണ്. പാർട്ടിയൊക്കെ വിട്ട് പാർട്ടിയിൽ ASFന്റെ പേരിൽ ആ, വിട്ടു. വേറെ SFI ഒഴിവാക്കിയിട്ട് SFI ആരുടെയും പിന്തുണയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഉന്മേഷ് അച്ഛൻ എന്ന പൊളിറ്റീഷ്യനെ കുറിച്ചാണ് ചോദ്യം. അച്ഛനെ നിർത്തിക്കൊണ്ട് പറയണം കേട്ടോ. അച്ഛൻ്റെ നിലപാടുകൾ പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മണിയാച്ചനോട് കയറി മുട്ടുന്നുണ്ടായിരുന്നു അച്ഛൻ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ലോകമായിട്ട് പോകാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മണിയാച്ചനോട് എനിക്ക് ഈയിടെ കണ്ടപ്പോൾ അങ്ങനെ പോകട്ടെ അല്ലേ. അപ്പോൾ അച്ഛനും വല്ല ഉപദേശം കൊടുത്തിട്ടുണ്ടോ അച്ഛനിട്ട്? ഇല്ല എന്റെ ഉപദേശത്തിന് ആവശ്യമില്ല അച്ഛന്. ആവശ്യമില്ല. ഇല്ല. അച്ഛനെ ഈ കാര്യത്തിൽ പക്വമായ നിലപാടുകളാണോ അച്ഛൻ എപ്പോഴും സ്വീകരിക്കുന്നത്? അച്ഛൻ ഈ CPM-കാരുമായിട്ടുള്ള ബന്ധത്തിൽ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അച്ഛൻ ഈ ഇടുക്കി മാത്രം ഈ CPI-കാരോട് ചെറിയൊരു അസ്വസ്ഥയുണ്ടോ? അത് ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അവിടെ ഒരു ഭൂമി പ്രശ്നം എന്നുള്ളത് കാലങ്ങളായിട്ടുള്ളതാണ്. ആ പ്രശ്നത്തിന്റെ പേരിലാണല്ലോ പലപ്പോഴും ഒരു തർക്കം ഉണ്ടാകുന്നത്. അതിൽ നിലപാട് പറയുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പ്രേക്ഷകർ ഉന്മേഷ് എന്ന് പറയുന്ന വാർത്താ അവതാരകനെ ഇരു കൈകളിൽ നീട്ടി സ്വീകരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങയുടെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു ഇദ്ദേഹം ഈ വാർത്താ വായന തുടങ്ങുമ്പോൾ? ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ആ എൻ്റെ മകനൊരു മാധ്യമപ്രവർത്തകനാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ പേരുദോഷമുണ്ട്, നമ്മളെല്ലാം മാപ്പറയെന്നാ വിളിക്കും. ഭയങ്കര നാണക്കേടാ കേട്ടോ പുറത്തിറങ്ങുമ്പോഴേ മാപ്പറേ. മഹാപ്രതിഭകളാണ്. അത് ഗൗരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ പിന്നെ ഒരു ശ്രമം നടത്തി നോക്കി, അച്ഛാ പരാജയപ്പെട്ടു പോയി. ഈ മാപ്പറ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തനം എന്നല്ല ഞാൻ പറഞ്ഞത്, മഹാപ്രതിഭകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ആരും എടുത്തില്ല. പിന്നെ ഇന്നും കൂടെ ഒരാൾ വഴി കണ്ടപ്പോൾ ചോദിച്ചു മാപ്പറേ ഇങ്ങോട്ട് പോയാന്ന് ചോദിച്ചു. നമുക്ക് കേൾക്കുമ്പോണ്ടല്ലോ വേറെ എന്തൊക്കെയോ വാക്കുകൾ അവർ മനസ്സിൽ നമുക്ക് തോന്നിപ്പോവാ. അത് ശരിയാ. അല്ലേ? ഒരു കാര്യം ചോദിച്ചോളൂ. താങ്കള് സാധാരണ രാഷ്ട്രീയത്തിലെ ഇച്ചിരി സീനിയർ നേതാക്കളൊക്കെ വലിയ ഫൈറ്റിന് പോകാറില്ല. പക്ഷെ താങ്കൾ CPIക്ക് ഉള്ളിലും ഇപ്പോൾ CPM-ൻ്റെ കാര്യം SK പറഞ്ഞു, ഒരു റിബൽ സ്വഭാവത്തോടെ പലപ്പോഴും ശബ്ദിക്കുന്നത് കണ്ടു. ഒരു നിലപാട് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിലൊക്കെ ഒറ്റപ്പെടുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശക്തമായിട്ടൊരു നിലപാട് പറയാൻ കാരണം എന്താണ്? അല്ല, ചില വിഷയങ്ങളിൽ നിലപാടെടുക്കേണ്ടതുണ്ട്, നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല.
ഇപ്പോൾ ജില്ലയ്ക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ആ വിഷയങ്ങൾ എടുക്കേണ്ട നിലപാടെടുക്കണം. പാർട്ടി എടുത്തില്ലെങ്കിൽ ഞാനത് പാർട്ടി നേതൃത്വത്തോട് പറയാറുമുണ്ട്. അല്ല, അതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും പലതരം പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ എനിക്കൊരു വാഗ്ദാനം തന്നിരുന്നു. മകന്റെ വിവാഹം നടന്നത് കോവിഡ് കാലത്താണ്. അപ്പൊ അതുകൊണ്ട് പാർട്ടി ഒന്നും നടത്താൻ പറ്റിയില്ല. ഇനി കാണുമ്പോൾ പാർട്ടി തരാമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിരുന്നത് ശരിയാണോ? ശരിയാണ്. അത് ഈ ജെയിംസ് പാർട്ടി എന്ന് ചോദിച്ചാൽ നോർമൽ പാർട്ടിയാണോ? അതെനിക്കറിയില്ല. ശിവരാമൻ ചേട്ടൻ അല്ലല്ല, ശിവരാമൻ ചേട്ടന് പറ്റുന്ന പാർട്ടി. അതൊക്കെ ആലോചിക്കാം. മാത്രമല്ല അങ്ങയുടെ ബുദ്ധിപരമായ ഈ കാർക്കശ്യം ഉണ്ടല്ലോ, അതിന് എൻ്റെ ഒരു കൈയുണ്ട്. അങ്ങ് പലപ്പോഴും അങ്ങെടുക്കുന്ന നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു. എതിരെ നിൽക്കുന്ന ആൾക്കാർ അതിനകത്ത് അസ്വസ്ഥപ്പെട്ടു പോകും. അതൊന്നും അങ്ങേ ഭയപ്പെടുത്തുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഉന്മേഷി അല്പം പേടിക്കുന്നത്. സത്യം പറഞ്ഞല്ലേ? പറയാം ആഷ്മി. ഈ പറഞ്ഞ അതേ വിഷയത്തിനൊരു എനിക്കുണ്ട് നിലപാടുകൾ. കല്യാണത്തിന് പിടിച്ചു കൊടുക്കും. ഓക്കെ, എന്തായാലും പി പി എവിടെ ചെന്നാലും ഈ പാർട്ടി ചോദിക്കുന്നത് ശരിയല്ല. ഈയിടെ അമേരിക്ക അറിഞ്ഞായിരുന്നു, അമേരിക്കയിലായിരുന്നു. അവിടുന്ന് ഫ്ലൈറ്റ് കയറ്റി വിട്ടതാ. ആര്യ ടീച്ചർ ഏത് വിഷയം പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. ഇതേ മലയാളം. അപ്പോൾ ഈ രണ്ട് ഭാഷകൾ തമ്മിൽ ഏറ്റുമുട്ടൽ വീട്ടിലുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? ഇതുപോലെ വല്ല അവതരണത്തിന്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ടീച്ചറിനുണ്ടോ? അല്ല, അവതരിപ്പിക്കുമെന്ന് ചോദിക്കുക. ഇല്ല, എൻ്റെ ഈ ചോദ്യം കൊടുക്കത്തെ ഒരു ഇല്ലല്ലേ? ഇല്ല. സ്വസ്ഥമായിട്ട് എവിടെയാ ഇപ്പൊ ജീവിക്കുന്നത്? ഞാൻ തൊടുപുഴയാണ് ഹസ്ബൻഡിന്റെ വീട്. 3 മക്കളുണ്ട്. ഹസ്ബൻഡിന് ബിസിനസ് ആണ്. ഈ ഇഷ്ടം വല്ലപ്പോഴും വിളിക്കുവോ? ഒരു ബന്ധം കീപ്പ് ചെയ്തോണോ? അല്ലെങ്കിൽ വഴിയിലെങ്ങും വെച്ച് കാണുമ്പോ ഇയാളെ എവിടെ വെച്ച് കണ്ടുവരും? അതൊന്നല്ല, ചേച്ചിയുടെ കുട്ടികളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഒക്കെ എപ്പോഴും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണാം. ആണല്ലേ? അതാണ് എനിക്കത് മനസ്സിലാവും. കാര്യം ഉന്മേഷിതൊക്കെ പറഞ്ഞാലേ നമ്മൾ അറിയൂ. അപ്പൊ എന്തായാലും അച്ഛാ, നമ്മളിതിൽ പങ്കെടുത്തവരുടെ സന്തോഷം. ടീച്ചറെ അവിടെ പോയിട്ട് ആ സ്ഥാപനത്തിൽ പോയി നമ്മുടെ അന്വേഷണം പറയണം. ഉന്മേഷിയുടെ സസുഖം വാഴുകയാണ്. എല്ലാവിധ പിന്തുണയും ഞങ്ങളല്ല കൊടുക്കുന്ന പ്രേക്ഷകരുണ്ട്. ഗോപിക്ക് എന്തോ അല്ല ഉന്മേഷ് എന്തെങ്കിലും ഉപദേശം കൊടുക്കുമെന്ന് ചോദിച്ചല്ലോ. തിരിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ശിവരാമൻ ചേട്ടനെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയൊരു അനുഭവ സമ്പത്തുള്ള ജീവിതം, അപ്പോൾ അതിൽ നിന്ന് ഉന്മേഷിന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അവൻ എൻ്റെ ജീവിതം കണ്ടു വളർന്നയാളാണ്. പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ അതിൽ നിന്നും എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടെങ്കിൽ പഠിക്കേണ്ടയാളുമാണ്. പഠിച്ചിട്ടുണ്ടാവും. പ്രവൃത്തി പദത്തിലുണ്ടോ അത്? അല്ല, മകൻ്റെ ഉണ്ടല്ലേ? അല്ല, കാരണം എന്ന് വെച്ചാൽ ആവശ്യം വന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോകുന്ന പോലെ അങ്ങ് ഉപദേശിച്ചോണം. അല്ലെങ്കിൽ ഒട്ടും കുറയ്ക്കരുത്. കാര്യം ഇതെന്തായാലും ഉന്മേഷ് പക്വതയൊക്കെ ആയി അല്ലേ? ഈ മകൻ ഭാവിയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എവിടുന്ന് ഓടിച്ചു വിടണോ? അതവൻ്റെ സ്വാതന്ത്ര്യ. ശരി. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കാം. അച്ഛനൊന്ന് ശാന്തനാവണേ. പി ജെയിംസ് എന്നാ ഇവിടുന്ന് രാജിവെക്കുന്നത്? അത് മറ്റേ ഒരു തരത്തിലും സംഭവിക്കില്ല. അല്ല, ഞാൻ വിചാരിച്ചെന്ന് പറയാം, പി ജെയിംസ് മിക്കവാറും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചേരാൻ സാധ്യത. പഴയ ആളാ. മാണി സാറിന് സ്വന്തം ആളാ. മാണി സാറിന്റെ ബെഡ്റൂമിൽ കയറാൻ സ്വാതന്ത്ര്യമുള്ള കേരളത്തിലെ 3-4 പത്രപ്രവർത്തകരുള്ളൂ. അതിലൊരാളാവും. കേറിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ബന്ധം വി എസ് അച്യുതാനന്ദനും കെ കരുണാകരനുമായിട്ട് എനിക്കുണ്ട്. ബെഡ്റൂമിൽ കയറ്റിയിട്ടില്ല. കേറിയിട്ടുണ്ട്. ഓക്കെ, പി ജെയിംസ്. അപ്പൊ അച്ഛാ, വളരെ സന്തോഷം കണ്ടതിൽ, വളരെ സന്തോഷം. അതല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചും ഞാൻ ഈ ഉന്മേഷ് കെ ശിവരാമൻ എന്നൊക്കെ പറഞ്ഞ് വായിച്ച്, പ്രത്യേകിച്ച് വിമർശനങ്ങൾ വരുമ്പം ഒരു വികാരമില്ലാതിരുന്ന് വായിച്ചിട്ടുണ്ട്. ഇത് അച്ഛനാണെന്ന്, ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനാ എന്ന് ഞാൻ പറഞ്ഞു പോകും പ്രേക്ഷകരോട്. ഒന്നുമില്ല, വായിക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങേ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്ന നേരിട്ട്. അതെ, സന്തോഷം. വിളിച്ചു, അതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ബ്രേക്കിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ അടുത്തൊന്ന് ചോദിച്ചോളൂ, ഞാൻ ഉന്മേഷിന് അടുത്ത്. ആക്ച്വലി മണിയാശാനും അങ്ങും തമ്മിലുള്ള പ്രശ്നം ആക്ച്വലി എന്താണ്? അത് മണിയാശാനും പോലും മനസ്സിലായിട്ടില്ല. മണിയാശാനും ഞാനും തമ്മിൽ വ്യക്തിപരമായ യാതൊരു പ്രശ്നമില്ല. പക്ഷെ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന് ജില്ലയിലെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടും രണ്ടിനുണ്ടാകും. ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ നിങ്ങളൊന്ന് മാറുമോ? അല്ലാതെ കോംപ്രമൈസിൻ്റെ പ്രശ്നത്തില്ലല്ലോ. ഇപ്പം 100, 200, 500 ഏക്കറോ ചെറിയ വെട്ടി തെളിക്കുക. അവരെ കൃഷിക്കാരെന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല. അവരെ കയ്യേറ്റക്കാരായിട്ടേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനവർ കയ്യേറ്റക്കാരെന്ന് പറയും, അദ്ദേഹം കൃഷിക്കാരെന്നും പറയും. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇതാണ് പ്രശ്നം. ഓക്കെ, ഒരു ബ്രേക്കിനുള്ള സ്കോപ്പായി. അല്ല, അപ്പോൾ അല്ല